ഹേയ് ഗായ്സ്, എല്ലാവർക്കും മല്ലു ഫിലിം സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന സിനിമ ഏതാണെന്ന് വെച്ചാൽ നമ്മൾ കണ്ട ട്രെയിൻ ട്രാവൽ സിനിമകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു സിനിമയാണിത്. പാസ്റ്റിലിരിക്കുന്ന ഒരു പയ്യനും ഫ്യൂച്ചറിലിരിക്കുന്ന ഒരു പെണ്ണും അവർ രണ്ട് കാലഘട്ടത്തിലാണ് ഇരിക്കുന്നതെന്ന് പോലും അറിയാതെ ഒരു റേഡിയോ വഴി അവർ സംസാരിക്കുവാണ്. ലവ്ലി റണ്ണർ ഡ്രാമ കണ്ട് ഇഷ്ടപ്പെട്ടവർക്ക് കണ്ടിരിക്കാൻ പറ്റിയ ഒരു സിനിമയാണിത്. അപ്പൊ നമുക്ക് മൂവിയിലേക്ക് കടക്കാം. മൂവി തുടങ്ങുമ്പോൾ ആദ്യം കാണിക്കുന്നത് നമ്മുടെ നായകനായ കിം യോങ്ങിനെയാണ്. നമ്മുടെ കിം യോങ് കോളേജിലെ സെക്കൻഡ് ഇയർ മെക്കാനിക്കൽ വിദ്യാർത്ഥിയാണ്. അവൻ കോളേജിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് അവന്റെ ഫ്രണ്ട് അവന്റെ അടുത്തേക്ക് വന്ന് പറയുന്നത്, നമ്മുടെ ക്ലാസ്സിൽ പുതുതായിട്ട് 10 പെൺകുട്ടികൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. അത് കേട്ടതും നമ്മുടെ നായകൻ ഞെട്ടും. കാരണം മെക്കാനിക്കൽ ക്ലാസ്സിൽ പെൺകുട്ടികൾ പഠിക്കാറില്ല. എന്നിട്ട് അവന്റെ ഫ്രണ്ട് അവനോട് പറയും, ഒരു പെണ്ണ് മാത്രം കോളേജിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്, എന്നാൽ അവൾ ക്ലാസ്സിൽ വരാറേ ഇല്ല. പക്ഷേ കോളേജിലെ ടോപ്പർ സ്റ്റുഡന്റ് അവളാണ്. എന്തുകൊണ്ടാണ് അവൾ കോളേജിൽ വരാത്തതെന്നും എനിക്കറിയില്ല. ഞാൻ ആ പെണ്ണിന്റെ നമ്പർ എങ്ങനെയെങ്കിലും ഒപ്പിച്ച് നിനക്ക് തരാം, നീ ഒന്ന് അവളെ കോൾ ചെയ്ത് നോക്ക്. ഇതും പറഞ്ഞ് അവന്റെ ഫ്രണ്ട് അവിടുന്ന് പോകും. അങ്ങനെ നമ്മുടെ കിം യോങ് അവളെ ഫോൺ ചെയ്യും. എന്നാൽ കോൾ ചെയ്യുമ്പോൾ അവളെ കിട്ടില്ല. അതുകൊണ്ട് അവൻ അതിലേക്ക് ഒരു വോയിസ് മെസ്സേജ് അയക്കും. ഹായ്, എന്റെ പേര് കിം, നീ എന്റെ ക്ലാസ്സിലാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ നിന്നെ ഇതുവരെ കോളേജിലെങ്ങും കണ്ടിട്ടേ ഇല്ല. എന്താ നീ കോളേജിലേക്ക് വരാത്തത്? ഇന്ന് വൈകുന്നേരം ഫ്രഷേഴ്സ് ഡേ മീറ്റിംഗ് ഉണ്ട്. കോളേജിന് വെളിയിൽ ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കും, നീ വരുമെന്ന് കരുതുന്നു എന്നും പറഞ്ഞ് അവൻ അവന്റെ ഫോൺ നമ്പരും പറഞ്ഞ് ഫോൺ വെക്കും. അങ്ങനെ അന്ന് വൈകിട്ട് നമ്മുടെ നായകനായ കിം യോങ് അവളെയും കാത്ത് കോളേജിന് വെളിയിൽ നിൽക്കും. അപ്പോഴാണ് അവൾ അങ്ങോട്ട് വരുന്നത്. ഇവളാണ് നമ്മുടെ സിനിമയിലെ നായിക. ഇവളുടെ പേര് ഹംസോൾ എന്നാണ്. അവളെ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ തന്നെ നമ്മുടെ കിം യോങ്ങിന് അവളെ ഒരുപാട് ഇഷ്ടമായി. അങ്ങനെ അവർ തമ്മിൽ കണ്ട് സംസാരിച്ച് പരിചയപ്പെടും. അങ്ങനെ ഹംസോൾ കിം യോങ്ങിനോട് പറയും, ഞാൻ ഈ കോളേജെങ്ങും അങ്ങനെ കണ്ടിട്ടില്ല, എന്നെ എവിടെയൊക്കെ കൊണ്ടു നടന്ന് കാണിക്കുമെന്ന്. അങ്ങനെ കിം യോങ് അവളെയും കോളേജൊക്കെ ചുറ്റി നടന്ന് കാണിക്കാൻ തുടങ്ങും. അങ്ങനെ കിം യോങ്ങിനോട് അവൾ ഒരുപാട് സംസാരിക്കും. അങ്ങനെ സംസാരിച്ച് അവക്കും ചെറിയൊരു ഇഷ്ടം അവനോട് തോന്നി തുടങ്ങും. അങ്ങനെ അവരൊരുമിച്ച് ഫ്രഷേഴ്സ് പാർട്ടിക്കൊക്കെ പങ്കെടുത്ത് കിം യോങ് ഹാൻസോളിനെ വീട്ടിലേക്ക് കൊണ്ടാക്കും. എന്നിട്ട് അവൻ അവളോട് ചോദിക്കും, നാളെ നമുക്ക് ഒരുമിച്ച് ലഞ്ച് കഴിക്കാൻ പോയാലോ എന്ന്. അത് കേട്ടതും അവൾ അപ്പോൾ തന്നെ ഓക്കെ പറയും. ഇത് കേട്ടതും നമ്മുടെ കിം യോങ്ങിന് ഒരുപാട് സന്തോഷമാകും. അവൻ അപ്പോൾ തന്നെ ഓടിച്ചെന്ന് ഇക്കാര്യം അവന്റെ ക്ലോസ് ഫ്രണ്ടായ യൂങ് സങ്ങിനോട് പറയും. യൂങ് സങ്ങും ഇത് കേട്ട് ഒരുപാട് സന്തോഷത്തിലാവും. എന്നിട്ട് നമ്മുടെ കിം യോങ് അവനോട് പറയും, നിന്റെ കയ്യിൽ ഒരു ഹാൻഡ് റേഡിയോ ഇല്ലേ, അതെനിക്കൊന്ന് തരുവോ? അവൻ തരാമെന്ന് പറയും. അങ്ങനെ യങ് സോങ്ങിന്റെ കയ്യിൽ റേഡിയോയും വാങ്ങിച്ച് കിം യോങ് വീട്ടിലേക്ക് പോകും. കിം യോങ് ഒരു അനാഥനാണ്. അവൻ ആകെ കൂട്ടെന്ന് പറയാനുള്ളത് അവന്റെ ഒരു പെറ്റായ ഒരു ആമ മാത്രമാണ്. ആ ആമയുടെ പേര് മോക്മാൻ എന്നാണ്. അവൻ എന്ത് വിഷമവും സങ്കടവും ഉണ്ടെങ്കിലും അവൻ ആ ആമയോടാണ് എല്ലാം ഷെയർ ചെയ്യുന്നത്. അങ്ങനെ അടുത്ത ദിവസം അവർ രണ്ടുപേരും ലഞ്ചിനൊക്കെ പോയി ഒരുപാട് കാര്യങ്ങളെ പറ്റി സംസാരിക്കും. ഹൻസോൾ അവനോട് നിന്റെ ഫ്യൂച്ചർ ഡ്രീം എന്താണെന്ന് ചോദിക്കും. എന്നാൽ ഇത് കേട്ടതും അവൻ ഒന്നും മിണ്ടാതെ അവളെ കുറെ നേരം നോക്കി നിൽക്കും. എന്നിട്ട് പെട്ടെന്ന് അവളോട് ഞാൻ നിന്നെ കിസ് ചെയ്തോട്ടെ എന്ന് ചോദിക്കും. ഇത് കേട്ടതും അവൾ ഷോക്കായി പോകും. ഇത് കണ്ടതും നമ്മുടെ കിം യോങ് എന്തോ പോലെയാവും. അവൻ അവളെ ഫേസ് ചെയ്യാൻ പറ്റത്തുണ്ട്. അവൻ അപ്പൊ തന്നെ അവളടുത്ത് സോറിയും പറഞ്ഞ് അവിടുന്ന് സ്ഥലം വിടും. വീട്ടിൽ വന്നിട്ട് ഫുൾ ടൈം അവൻ അതും ആലോചിച്ചോണ്ടിരിക്കും. ഞാൻ എന്തിനാ അവളോട് അങ്ങനെ ചോദിച്ചത്, ഞാൻ അവളോട് ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നും പറഞ്ഞ് കുറെ ടെൻഷൻ അടിക്കും. അങ്ങനെ അവൻ അതിനെപ്പറ്റി ഓരോന്ന് ചിന്തിച്ചിരിക്കുന്ന അതേ സമയത്താണ് അവൻ യൂങ് സങ്ങിന്റെ വാങ്ങിയ ആ ഹാങ് റേഡിയോ അതിൽ നിന്ന് എന്തോ ശബ്ദം കേൾക്കുന്നത്. എന്താണ് ആ ശബ്ദം എന്നറിയാൻ വേണ്ടി അവൻ അതിന്റെ അടുത്തേക്ക് പോയി നോക്കും. എന്നിട്ട് അതിലെ മൈക്ക് എടുത്തിട്ട് ഹലോ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും ഒരു പെൺകുട്ടിയുടെ ശബ്ദം അവൻ കേൾക്കും. എന്നിട്ട് ആ പെൺകുട്ടി അവനോട് പറയും, ഞാൻ കുറെ നാളായി ഈ റേഡിയോ വഴി ട്രൈ ചെയ്യുന്നു, പക്ഷേ ആരുമായി സംസാരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല, ഇപ്പോഴാണ് ഒരാളെ കിട്ടിയത്. എന്നിട്ട് നമ്മുടെ നായകൻ അവളോട് പറയും, എന്റെ പേര് കിം യോങ്, ഞാനൊരു മെക്കാനിക്കൽ സ്റ്റുഡന്റ് ആണ്, ഞാനിവിടെ ഹാങ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നു. ഇത് കേട്ടതും ആ ഓപ്പോസിറ്റ് ഫോണിലുണ്ടായിരുന്ന ആ പെണ്ണ് അവനോട് പറയും, ഞാനും ഹാങ് യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്, എന്റെ പേര് കിം യോൺ, എനിക്ക് കോളേജിൽ നിന്ന് ഒരു അസൈൻമെന്റ് ഉണ്ട്, ഒരു സ്ട്രേഞ്ചറിന്റെ കൂടെ ഫോണിലൂടെ സംസാരിച്ച് അത് വെച്ച് ഒരു പ്രോജക്ട് ചെയ്യണം, ദയവായി നിങ്ങൾ എന്നെ സഹായിക്കണം എന്ന് അവൾ അവനോട് പറയും. അത് കേട്ട് അവൻ ഓക്കെ പറയും. എന്നിട്ട് അവൾ അവനോട് പറയും, നാളെ കോളേജ് ഓഡിറ്റോറിയത്തിന് മുന്നിൽ 12 മണിയാകുമ്പോൾ ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കാം, അവിടെ വെച്ച് നമുക്ക് സംസാരിക്കാമെന്ന് അവർ പറയും. അങ്ങനെ അടുത്ത ദിവസം 12 മണിയാകുമ്പോൾ നമ്മുടെ കിം യോങ് അവളെയും കാത്ത് ഓഡിറ്റോറിയത്തിന് മുന്നിൽ വെയിറ്റ് ചെയ്ത് നിൽക്കും. എന്നാൽ കുറെ നേരം വെയിറ്റ് ചെയ്തിട്ടും അവളെ കാണില്ല. അത് മാത്രമല്ല അവിടെ നല്ല പോലെ വെയിലടിക്കുന്നുണ്ട്. അതുകൊണ്ട് അവൻ കുറെ നേരം അവളെയും വെയിറ്റ് ചെയ്ത് അവിടെ നിന്നിട്ട് അവൻ തിരിച്ച് വീട്ടിലേക്ക് പോകും. അതേസമയം ആ ഹാൻഡ് റേഡിയോയിലൂടെ സംസാരിച്ച അതേ പെൺകുട്ടി അവനെയും വെയിറ്റ് ചെയ്ത് അതേ സ്ഥലത്ത് നിൽക്കുവാണ്. പക്ഷെ അവർ തമ്മിൽ കാണില്ല. കാരണം എന്തെന്നാൽ അവർ രണ്ടുപേരും രണ്ട് കാലഘട്ടത്തിലാണുള്ളത്. അവൾ മഴയും നനഞ്ഞ് കിം യോങ്ങിനെയും കാത്ത് അവിടെ നിൽക്കും.
അവൾ കുറെ നേരമായി മഴയെ നനഞ്ഞു നിൽക്കുന്നത് അവളുടെ ബെസ്റ്റ് ഫ്രണ്ടായ യോങ്ജി കാണും. അവൻ ഒരു കൊടയും കൊണ്ടുവന്ന് അവളെയും വിളിച്ചുകൊണ്ട് അവിടുന്ന് പോകും. നമ്മുടെ കിമ്യോനാണെങ്കിൽ യോങ്ജിയെ 7 വർഷമായി അറിയാം. അത് മാത്രവുമല്ല അവൾക്ക് അവനെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ ഇതുവരെ അത് പറയാൻ അവൾക്ക് സാധിച്ചിട്ടില്ല. അങ്ങനെ മ്യൂണി വീട്ടിൽ വന്ന് റേഡിയോ ഓൺ ആക്കുമ്പോൾ അതിൽ കിമ്യോങ് ഉണ്ടായിരുന്നു. അവൻ പറയും, നീ ഇത് എത്ര നേരം എവിടെ പോയി കിടന്ന? ഞാൻ എത്ര നേരം നിന്നെ വെയിറ്റ് ചെയ്ത് ആ വെയിലും കൊണ്ട് അവിടെ നിന്നു, എന്നിട്ടും നീ വന്നില്ല. ഇത് കേട്ടിട്ട് മ്യൂണി അവനോട് പറയും, എന്താ നീ പറയുന്നത്? ഞാൻ എത്ര നേരം നിന്നെ വെയിറ്റ് ചെയ്ത് അവിടെ നിന്ന്, നീ അല്ലേ വരാഞ്ഞത്? ഞാൻ ആ മഴയിൽ നനഞ്ഞ് കുറെ നേരം നിന്നെ വെയിറ്റ് ചെയ്ത് നിന്നു, എന്നിട്ട് നീ വന്നില്ല. ഇത് കേട്ടതും അവൻ പറയും, മഴയോ? എന്ത് മഴ? ഇവിടെ നല്ല വെയിലാണ്. നീ ചുമ്മാ കള്ളം പറയാൻ നിൽക്കണ്ട. നീ വന്നതൊന്നും ഇല്ലെന്ന് എനിക്കറിയാം. അങ്ങനെ അതും പറഞ്ഞു അവർ രണ്ടുപേരും തമ്മിൽ വഴക്കാവും. മ്യൂണി ആകട്ടെ മഴ പെയ്യുന്ന സൗണ്ടൊക്കെ അവന് കേൾപ്പിച്ചു കൊടുക്കും. എന്നാലും അവൻ വിശ്വസിക്കില്ല. അങ്ങനെ അടുത്ത ദിവസമാണെങ്കിൽ കിമ്യോങ്ങിനെ കാണാൻ ഹൺസോൾ അവന്റെ അടുത്തേക്ക് വരും. എന്നാൽ അവൻ അവളെ കണ്ടതും അപ്പൊ തന്നെ അവിടുത്തെ സ്ഥലം വിടും. കാരണം എന്തെന്നാൽ അവളെ ഫേസ് ചെയ്യാൻ അവന് പറ്റുന്നില്ലായിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം അവൻ അവന്റെ ബെസ്റ്റ് ഫ്രണ്ടായ യൂങ്സങ്ങിനോട് പറയും. അവൻ പറയും, എത്ര കാലം നീ അവളെ പേടിച്ചിങ്ങനെ ഒളിച്ചു നടക്കും? നിനക്ക് ശരിക്കും അവളെ ഇഷ്ടമാണെങ്കിൽ നീ അത് അവളോട് പോയി പറ. ഒരു പ്രശ്നവും ഉണ്ടാവില്ല. നീ ധൈര്യമായി പറ എന്നും പറഞ്ഞ് അവന്റെ ഫ്രണ്ട് അവനെ മോട്ടിവേറ്റ് ചെയ്ത് പറഞ്ഞു വിടും. അങ്ങനെ അന്ന് രാത്രി കിമ്യോങ് മ്യൂണിയോട് സോറി ഒക്കെ പറയും. സോറി, ഞാൻ ഇന്നലെ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. അതൊന്നും കുഴപ്പമില്ല, നീ അതെല്ലാം വിട്. നമുക്ക് വേറെ എന്തെങ്കിലും കാര്യം സംസാരിക്കാം. അതൊക്കെ പോട്ടെ, നീ ഏത് വർഷമാ കോളേജിൽ ജോയിൻ ചെയ്തത്? ഇത് കേട്ട കിമ്യോങ് പറയും, ഞാൻ 1999 ജോയിൻ ചെയ്തത്. ഇപ്പൊ ഞാൻ 2nd ഇയർ പഠിച്ചോണ്ടിരിക്കുന്നു. ഇത് കേട്ടത് മ്യൂണി ഷോക്കാവും. നീ എന്തായി പറയുന്നത്? 1999 ആണോ? ചുമ്മാ എന്നെ പറ്റിക്കാൻ നോക്കണ്ട. ഇപ്പൊ 2022 ഉള്ളത്. അപ്പൊ പിന്നെ എങ്ങനെയാണ് നീ 1999 ജോയിൻ ചെയ്യുന്നത്? ചുമ്മാ കള്ളം പറയല്ലേ. എപ്പോഴും കള്ളം പറഞ്ഞ് നിനക്ക് ശീലമായി പോയില്ലേ എന്നും പറഞ്ഞ് അവർ വീണ്ടും അടിയാവും. ശരി, നിന്റെ നമ്പർ പറ, ഞാൻ നിന്നെ വിളിക്കാം എന്നും പറഞ്ഞ് മ്യൂണി അവന്റെ നമ്പർ വാങ്ങി അവനെ വിളിക്കും. എന്നാൽ അങ്ങനെ ഒരു നമ്പരെ നിലവിലില്ലായിരുന്നു. എന്നിട്ട് മ്യൂണി അവനോട് പറയും, ഒരു കാര്യം ചെയ്യാം, നമ്മുടെ കോളേജിന് മുമ്പിൽ ഒരു ടെലിഫോൺ ബൂത്ത് ഇല്ലേ, അതിൽ നീ എന്തായാലും എഴുതി വെക്കണം. ഞാൻ വന്ന് നോക്കാം, അപ്പൊ അറിയാലോ ആര് പറയുന്നത് സത്യമെന്ന്. അങ്ങനെ അടുത്ത ദിവസം കിമ്യോങ് ആ ടെലിഫോൺ ബൂത്തിൽ പോയി അവളുടെ പേര് വെച്ചിട്ട് അതിൽ 1999 എന്ന് എഴുതി വെക്കും. അങ്ങനെ മ്യൂണി അവൻ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി ടെലിഫോൺ ബൂത്തിൽ നോക്കാൻ വരും. 2022 ടെലിഫോൺ ബൂത്ത് ഒന്നും ആരും യൂസ് ചെയ്യില്ല. അങ്ങനെ അവൾ അതിനകത്ത് കയറി നോക്കും. അതിൽ അവൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കിമ്യൂണി 1999 എന്ന്. ഇത് കണ്ടതും അവൾ ഷോക്കായി പോകും. അപ്പോൾ തന്നെ അവൾ ഇക്കാര്യങ്ങളെല്ലാം അവളുടെ ഫ്രണ്ട്സിനോട് ചെന്ന് പറയും. എന്നാൽ അവള് പറയുന്നതൊന്നും അവരാരും വിശ്വസിക്കില്ല. അങ്ങനെ അടുത്ത ദിവസം കിമ്യോങ് ഹാൻസോളിനെയും കൂട്ടി ഒരു സ്ഥലത്തേക്ക് പോകും. എന്നിട്ട് അവിടെ വെച്ച് അവളോട് പറയും, ഞാനൊന്നും നിന്നോട് അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു എന്നും പറഞ്ഞ് അവളോട് സോറിയൊക്കെ പറയും. അങ്ങനെ അവർ തമ്മിൽ വീണ്ടും പഴയ പോലെ കൂട്ടാകുന്നു. അങ്ങനെ അന്ന് രാത്രി അവർ തമ്മിൽ റേഡിയോയിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ അവളോട് പറയും, എനിക്കൊരു പെൺകുട്ടി ഇഷ്ടമാണ്, പക്ഷെ എനിക്കത് അവളോട് പറയാൻ പറ്റുന്നില്ല. അവളെ പ്രപ്പോസ് ചെയ്യാൻ പറ്റി എന്തെങ്കിലും ഐഡിയ ഉണ്ടോന്ന് അവളോട് ചോദിക്കും. ഇത് കേട്ട് അവൾ പറയും, ഞാൻ പറയുന്ന പോലെ ഒക്കെ ചെയ്യുക, എന്നിട്ട് ഞാൻ പറയുന്ന ഹെയർ സ്റ്റൈൽ ഒക്കെ ചെയ്ത് നീ നേരെ ചെന്ന് അവളെ പ്രപ്പോസ് ചെയ്യുക. ഉറപ്പായിട്ടും അവൾക്ക് നിന്നെ ഇഷ്ടപ്പെടും. അങ്ങനെ മ്യൂണി പറഞ്ഞ പോലെ ഡ്രസ്സൊക്കെ ചെയ്ത് ഹെയർ സ്റ്റൈലൊക്കെ മാറ്റി അടുത്ത ദിവസം അവൻ ഹൺസോളിനെ കാണാൻ പോയി നിൽക്കും. ആ ലുക്കിൽ അവനെ കണ്ടതും അവൾ ഫ്ലാറ്റ് ആയി പോകും. എന്നാൽ അന്നത്തെ ദിവസം അവൻ അവളെ പ്രപ്പോസ് ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെ അന്ന് രാത്രി മ്യൂണി വേറെയും കുറെ വഴികൾ കിമ്യോങ്ങിന് പറഞ്ഞു കൊടുക്കും. അങ്ങനെ അടുത്ത ദിവസം അവൻ ഹാൻസോളിനെയും കൂട്ടിക്കൊണ്ടുപോയി അവന്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം അവളോട് പറയും. ഇതെല്ലാം കേട്ട് ഹാൻസോൾ അവനോട് പറയും, എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന്. ഇതെല്ലാം കേട്ട് നമ്മുടെ കിങ്യോങ് ഒരുപാട് ഹാപ്പി ആവും. അങ്ങനെ അവൻ നേരെ വീട്ടിൽ വന്ന് മ്യൂണിയെ കോൾ ചെയ്ത് നടന്ന കാര്യങ്ങളെല്ലാം അവളോട് പറയും. നീ പറഞ്ഞു തന്ന ഓരോ ഐഡിയ വെച്ചാണ് അവൾ എനിക്ക് സെറ്റ് ആയത്. അതുകൊണ്ട് തന്നെ ഇന്നു മുതൽ നീയാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് അവൻ അവളോട് പറയും. അങ്ങനെ അവർ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് മ്യൂണി അവനോട് ചോദിക്കുന്നത്, നീ 1999 പഠിച്ചുകൊണ്ടിരിക്കുന്നെന്ന് എന്നോട് പറഞ്ഞത്. അപ്പൊ നിനക്ക് എന്റെ അച്ഛനെ അറിയായിരിക്കുമല്ലോ. എന്റെ അച്ഛനും അതേ ഇയറിലാണ് ആ കോളേജിൽ പഠിച്ചത്. എന്റെ അച്ഛന്റെ പേര് യൂങ്സങ് എന്നാണ്. ഇത് കേട്ടതും അവൻ ഞെട്ടിപ്പോവും. കാരണം അവന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് യൂങ്സങ്. ആ യൂങ്സങ്ങിന്റെ മകളാണ് തന്നോട് ഫോണിൽ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പറഞ്ഞ് അവൻ ആകെ ഷോക്കാവും. ഇതെല്ലാം കേട്ടിട്ട് അവൾ അവനോട് പറയും, ഇപ്പൊ എനിക്ക് എല്ലാം മനസ്സിലായി. നമ്മൾ രണ്ടുപേരും 2 കാലഘട്ടത്തിലാണുള്ളത്. ഞാനിപ്പോ യൂസ് ചെയ്യുന്നത് എന്റെ അച്ഛൻ യൂങ്സങ്ങിന്റെ റേഡിയോയാണ്. അതുപോലെ നീ യൂസ് ചെയ്യുന്നത് നിന്റെ ബെസ്റ്റ് ഫ്രണ്ടായ യൂങ്സങ്ങിന്റെ റേഡിയോ ആണ്. അതായത് നമ്മൾ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു റേഡിയോയിൽ കൂടി തന്നെയാണ്. എന്നാൽ ഇതെല്ലാം കേട്ടിട്ട് അവനൊന്നും വിശ്വസിക്കാൻ കഴിയില്ല. എന്നിട്ട് അവൾ അവനോട് പറയും, റേഡിയോയുടെ റൈറ്റ് സൈഡിൽ നോക്ക്, ഒരു വൈറ്റ് കളർ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. എന്നാൽ അവൻ നോക്കുമ്പോൾ അതിലൊരു സ്റ്റിക്കറും ഒട്ടിച്ചിട്ടില്ലായിരുന്നു. ശരി, അതൊക്കെ വിട്. നിനക്ക് എന്റെ അച്ഛനെ അറിയാന്നല്ലേ പറഞ്ഞു. അപ്പൊ നിനക്ക് എന്റെ അമ്മയെ അറിയായിരിക്കുമല്ലേ? അവർ കോളേജിൽ ഫേമസ് കപ്പിൾസ് ആയിരുന്നു. എന്റെ അമ്മയുടെ പേര് ഹാൻസോൾ എന്നാണ്. എന്നാൽ ഇത് കേട്ടത് നമ്മുടെ കിങ്യോങ് ഞെട്ടിപ്പോകും. കാരണം അവന്റെ ഗേൾ ഫ്രണ്ട് ആണ് ഹാൻസോള്. അവൻ അവളോട് പറയും, നീ എന്തായി പറയുന്നത്? അങ്ങനെയൊന്നും സംഭവിക്കാൻ ഒരിക്കലും ഒരു സാധ്യതയുമില്ല. നീ എന്തിനാ ഇങ്ങനെ കള്ളം പറയുന്നത്? എന്നാൽ അവൾ പറയുന്നതെല്ലാം സത്യമായിരുന്നു. ഫ്യൂച്ചറിൽ ഹാൻസോൾ കല്യാണം കഴിക്കാൻ പോകുന്നത് അവന്റെ ബെസ്റ്റ് ഫ്രണ്ടായ യൂങ്സങ്ങിനെയാണെന്ന് അവന് മനസ്സിലായി. എന്നാൽ അതൊന്നും വിശ്വസിക്കാൻ അവൻ തയ്യാറല്ലായിരുന്നു. ദേഷ്യത്തിൽ അവൻ ആ റേഡിയോ
റേഡിയോയുടെ കേബിളൊക്കെ വലിച്ചു പൊട്ടിച്ച് അത് ഓഫ് ചെയ്യും. എന്നാൽ നമ്മുടെ കിം യോങ്ങിന് എന്താ സംഭവിച്ചെന്ന് മ്യൂണിക്ക് ഒരു ഐഡിയയും കിട്ടിയില്ല. അതിനുശേഷം കാണിക്കുന്നത് മ്യൂണിയുടെ ഫിഷ് ടാങ്കിൽ കിടക്കുന്ന മോക്വാൻ എന്ന ആമയാണ്. അതായത് നമ്മുടെ കിം യോങ്ങിന്റെ പെറ്റായ ആമ ഇപ്പോൾ നമ്മുടെ മ്യൂണിയുടെ ഫിഷ് ടാങ്കിൽ കിടക്കുന്നു. അങ്ങനെ അടുത്ത ദിവസം രാവിലെ അവൻ കോളേജിലേക്ക് ചെല്ലുമ്പോൾ കണ്ട കാഴ്ച ഹാൻസോളും യൂങ്സങ്ങും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് അവൻ കാണുന്നത്. അല്ലെങ്കിൽ തന്നെ ഇന്നലെ മ്യൂണി പറഞ്ഞ കാര്യങ്ങളെ ഓർത്ത് അവനാകെ ടെൻഷൻ അടിച്ചിരിക്കുവാണ്. അപ്പോഴാണ് ഇതും കൂടി കാണുന്നത്. അവൻ അപ്പൊ തന്നെ ഓടിച്ചെന്ന് ഹാൻസോളിനെ വിളിച്ച് അവന്റെ അടുത്തുനിന്ന് പോകും. അങ്ങനെ കിം യോങ് ഹാൻസോളിനെ അവന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അപ്പോഴാണ് ആ റേഡിയോ അവിടെ ഇരിക്കുന്നത് അവൾ കാണുന്നത്. എനിക്കിത് യൂസ് ചെയ്യാൻ അറിഞ്ഞൂടാ, നീ ഒന്ന് പഠിപ്പിച്ചു തരുമോ എന്നവൾ അവനോട് ചോദിക്കും. ഇപ്പൊ എനിക്ക് കുറച്ച് പഠിക്കാനുണ്ട്, നിന്നെ ഞാൻ പിന്നൊരു ദിവസം പഠിപ്പിക്കാം എന്നവൻ പറയും. അപ്പോഴാണ് ഹാൻസോൾ അവർ തമ്മിൽ ഒരുമിച്ചെടുത്ത ഒരു ഫോട്ടോ എടുത്ത് ആ റേഡിയോയുടെ സൈഡിൽ ഒട്ടിച്ചു വെക്കുന്നത്. അപ്പോഴാണ് അവൻ ഓർമ്മ വന്നത് മ്യൂണി പറഞ്ഞ കാര്യം. ആ റേഡിയോയുടെ ലെഫ്റ്റ് സൈഡിൽ ഒരു വയർ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടെന്നും. അപ്പോൾ അവന് മനസ്സിലാകും മ്യൂണി പറഞ്ഞതെല്ലാം സത്യമായിരുന്നു. അവൾ പറഞ്ഞതുപോലെ അപ്പോൾ ഫ്യൂച്ചറിൽ നടക്കത്തുള്ളൂ. ഇതേ സമയം മ്യൂണി ആണെങ്കിൽ കിം യോങ് എന്തിനാ കാള് കട്ടയെന്നറിയാതെ അവളുടെ അച്ഛന്റെ അമ്മയുടെയും പഴയ ഫോട്ടോസ് ഒക്കെ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കും. അതിൽ അവളുടെ അച്ഛന്റെ കൂടെ എപ്പോഴും ഒരു പയ്യനുണ്ടായിരുന്നു. അവന്റെ പേര് കിം യോങ് ആണെന്ന് അവൾക്ക് മനസ്സിലായി. അപ്പോഴേക്കും അവളുടെ മനസ്സിൽ ചെറിയ ഡൗട്ട് വന്നു തുടങ്ങും. ഇനി ഒരു പക്ഷേ കിം യോങ്ങിന് ഇഷ്ടമാണെന്ന് പറഞ്ഞ ആ പെണ്ണ് അതെന്റെ അമ്മയാണോ? അവൾക്ക് മനസ്സിൽ അങ്ങനെ ഓരോ ഡൗട്ടുകൾ വന്നു തുടങ്ങും. അപ്പോഴാണ് കറക്റ്റ് ടൈമിൽ അവളുടെ അമ്മ അവളെ കോൾ ചെയ്യുന്നത്. അപ്പോൾ തന്നെ അവൾ അവളുടെ അമ്മയോട് ചോദിക്കും, അമ്മയ്ക്ക് ഫസ്റ്റ് ലവ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? എന്താണ് അയാൾക്ക് സംഭവിച്ചത്? അവളുടെ അമ്മ എല്ലാ കാര്യങ്ങളും അവളോട് പറഞ്ഞു കൊടുക്കും. അത് മാത്രവുമല്ല, അവനെന്താ സംഭവിച്ചതെന്ന് അവളെ അമ്മയ്ക്കും അറിയില്ല. പെട്ടെന്നൊരു ദിവസം അവനെ കാണാതാവുകയായിരുന്നു. ഇതെല്ലാം അറിഞ്ഞ ശേഷം നമ്മുടെ മ്യൂണി നല്ല ടെൻഷനാവും. കാരണം ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അവനോട് പറഞ്ഞു കൊടുക്കാൻ പാടില്ലായിരുന്നു അവൾ കരുതും. അതുകൊണ്ട് തന്നെ അവൾ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചെന്നോർത്ത് അവൾ ആകെ ടെൻഷനാകും. അങ്ങനെ അടുത്ത ദിവസം കോളേജിൽ ഒരു ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് നടക്കുവാണ്. കിം യോങ്ങും അതിൽ കളിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവനെ കാണാനായി ഹാൻസോൾ അവിടെയുണ്ട്. അപ്പോഴാണ് യൂങ്സങ് അങ്ങോട്ട് വന്ന് ഹാൻസോളുമായി സംസാരിക്കുന്നത് അവൻ കാണുന്നത്. ഇത് കണ്ടതും അവന് ദേഷ്യം വരും. അവൻ ഓടിച്ചെന്ന് യൂങ്സങ്ങിനിട്ടൊരു ഇടി കൊടുക്കും. അങ്ങനെ അതിനുശേഷം യൂങ്സങ് വന്ന് ഹാൻസോളിനോട് പറയും, അവൻ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല, അവൻ ഇങ്ങനെ ഒരുത്തനല്ലായിരുന്നു, പെട്ടെന്ന് എന്താ അവന് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഇതേ സമയം കിം യോങ്ങിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് തന്നെ അറിയില്ലായിരുന്നു. അവൻ വീട്ടിലിരുന്ന് ഇങ്ങനെ ഓരോന്നോർത്ത് ടെൻഷൻ അടിച്ചിരിക്കുവാണ്. അവൻ എപ്പോ ടെൻഷൻ വന്നാലും അവന്റെ ഫ്രണ്ടായ ആമയോടാണ് അവൻ എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നത്. എന്നാൽ അവന്റെ ആമയെ നോക്കിയിട്ട് അവിടെയെങ്കിലും അവൻ കാണില്ല. അപ്പോഴാണ് അവന്റെ ആമ പുറത്തോട്ട് പോയെന്ന് അവന് മനസ്സിലായത്. അവൻ ആമയും തപ്പി പുറത്തെല്ലാം പോയി നോക്കും. അപ്പോഴാണ് അവൻ കാണുന്നത് ഒരു മഴയത്ത് ഹാൻസോളും യൂങ്സങ്ങും അവന്റെ ആമയും കയ്യിൽ പിടിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടതും അവൻ ആകെ തകർന്നു പോകും. സത്യത്തിൽ ആ സമയത്തൊക്കെ അവർ നോർമലായ ഫ്രണ്ട്സ് ആയിരുന്നു. ഇതെല്ലാം കണ്ടതും അവൻ തീരുമാനിക്കും, ഫ്യൂച്ചറിൽ നടക്കാമെന്ന് ഒരു കാര്യവും തിരുത്താൻ എനിക്ക് സാധിക്കില്ല. അവർ രണ്ടുപേരും സന്തോഷത്തോടെ ജീവിക്കട്ടെ, അവരുടെ ജീവിതത്തിലേക്ക് ഇനി ഞാൻ ചെല്ലില്ല എന്നും പറഞ്ഞ് അവൻ അപ്പൊ തന്നെ അവിടുന്ന് പോകും. പിന്നെ അവനെ ആരും കണ്ടിട്ടില്ല. ഇതേ സമയം മ്യൂണി ആ റേഡിയോയിലൂടെ അവനോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അതിൽ നിന്ന് ഒട്ടും റെസ്പോണ്ട് ഇല്ലാത്തത് കൊണ്ട് അവൾ ആകെ സങ്കടത്തിലായി. അങ്ങനെ അടുത്ത ദിവസമാണ് മ്യൂണിയുടെ ബെസ്റ്റ് ഫ്രണ്ടായ യൂങ്ജി അങ്ങോട്ട് ഓടി വന്ന് അവളോടൊരു കാര്യം പറയുന്നത്. നീ എന്നോട് പറഞ്ഞ ഒരു കാര്യമില്ലേ, പഴയ കാലഘട്ടത്തിലെ ഒരാളുമായി സംസാരിച്ചെന്ന്? അതേ കഥ ഈ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. ഒരുപക്ഷെ നിന്നോട് സംസാരിച്ച അതേ ആൾ തന്നെ ആയിരിക്കണം ഇത്. അങ്ങനെ അവൾ ആ ബുക്കിൽ എഴുതിയിരിക്കുന്ന റൈറ്ററിന്റെ പേര് നോക്കും. അതിൽ കിം എന്നാണ് എഴുതിയിരുന്നത്. ഉറപ്പായിട്ടും അത് നീ പറഞ്ഞ ആള് തന്നെ ആയിരിക്കണം. ആ ബുക്ക് നല്ല പോലെ ഫേമസ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾ ഒരു ഇവന്റ് നടത്തുന്നുണ്ട്. ഇന്ന് ഈവനിങ് 4 മണിക്കാണ് അത് നടക്കുന്നത്. നീ അവിടെ ചെന്നാൽ ഒരു പക്ഷെ നിനക്ക് അയാളെ കാണാൻ സാധിച്ചേക്കും. ഇത് കണ്ടതും മ്യൂണി അപ്പൊ തന്നെ ഓടി അങ്ങോട്ട് പോകും. കിം യോങ്ങിന് റൈറ്റർ ആവണമെന്ന് നല്ല ആഗ്രഹമായിരുന്നു. ഇക്കാര്യം അവൻ മ്യൂണിയോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് അവൻ തന്നെയാണെന്ന് അവക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ മ്യൂണി കിം യോങ്ങിന്റെ അടുത്തെത്തും. അവൻ നല്ലപോലെ പ്രായമായിരുന്നു. അവൻ എല്ലാവർക്കും ഓട്ടോഗ്രാഫ് കൊടുത്തോണ്ടിരിക്കുകയാണ്. അങ്ങനെ മ്യൂണിക്ക് ഓട്ടോഗ്രാഫ് കൊടുക്കാൻ നേരം അവൻ അവളോട് പേര് ചോദിക്കും. അവൾ കിം മ്യൂണി എന്ന് പറയും. ഇത് കേട്ടതും അവൻ ഒരുപാട് സന്തോഷമാവും. അവൻ അപ്പൊ തന്നെ ഹാൻസോളിന് സുഖമാണോ എന്ന് ചോദിക്കും. അവൾ അമ്മ സുഖമായിട്ടിരിക്കുന്നു എന്ന് പറയും. എന്നിട്ട് അവൻ അവളുടെ ബുക്കിൽ എന്തോ ഒന്ന് എഴുതി കൊടുക്കും. അവൾ അത് വായിച്ചു നോക്കും. അതിൽ എഴുതിയിരുന്നത്, നിന്റെ മനസ്സിൽ എന്ത് തോന്നുന്നു നീ അത് മാത്രം ചെയ്യൂ എന്നായിരുന്നു. അത് മാത്രമല്ല, നിന്റെ ബെസ്റ്റ് ഫ്രണ്ടായ കിം യോങ്ങിനെ ഒരിക്കലും മറക്കരുതെന്ന് അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇത് വായിച്ചതും അവൾ ഒരുപാട് സന്തോഷമാവും. കിം യോങ് അതിൽ എഴുതിയിരുന്നില്ല നിന്റെ മനസ്സിന് എന്ത് തോന്നുന്നു അത് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ അവൾ ഓടിച്ചെന്ന് അവളുടെ ബെസ്റ്റ് ഫ്രണ്ടായ യൂങ്ജിയോട് എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറയും. ഇത് കേട്ടതും അവൻ തിരിച്ച് അപ്പോൾ തന്നെ പറയും, എനിക്കും നിന്നെ ഇഷ്ടമാണെന്ന്. അങ്ങനെ അവർ രണ്ടുപേരും ഒരുമിക്കും. സത്യത്തിൽ അവർ രണ്ടുപേരും ഒരുമിക്കാൻ ഒരുപാട് ആഗ്രഹം കിം യോങ്ങിനായിരുന്നു. കാരണം അന്ന് മ്യൂണി മഴയെ നനഞ്ഞു നിന്നപ്പോ ഫ്യൂച്ചറിൽ നിന്ന് വന്ന കിം യോങ് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. കിം യോങ് ആണ് ആ കൊട യൂങ്ജിയുടെ കയ്യിൽ കൊടുത്തു വിടുന്നത്. അതിനുശേഷമാണ് അവർ ഒരുപാട് ക്ലോസ് ആയി ഇപ്പൊ ഇഷ്ടത്തിലുമായത്. ഇത്രയും കാണിക്കുന്നതോടെ സിനിമയോട് അവസാനിക്കുന്നു. സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.